ശ്രീമദ് ഭാഗവതം ദ്വിതീയ സ്കന്ധം തൃതീയ അധ്യായം 20-ാം ശ്ലോകം. വിലേപദോരുക്രമാ വിക്രമാന്യേ നശ്വന്വദാ കർണപുടേനരസ്യ ജിഹ്വാസതി ധാതുരികേ ഇവാസുദാ ന ച ഉപഗായതി ഉരുഗായ ഗാഥാ. പരമദിവ്യോത്തമ പുരുഷന്റെ അത്ഭുതകരമായ പ്രവർത്തികളെയും വീരകൃത്യങ്ങളെയും കുറിച്ചുള്ള സന്ദേശങ്ങൾ ശ്രവിക്കാത്ത ഒരുവന്റെ കർണപുടങ്ങൾ പാമ്പിൻ മാളങ്ങളെ പോലെയും ശ്രേഷ്ഠമായ ഭഗവത്ഗീതങ്ങൾ ഉച്ചത്തിൽ ആലപിക്കാത്ത ഒരുവന്റെ നാവ് തവളയുടെ നാവ് പോലെയുമാണ്. ഭാവാർത്ഥം ഭഗവത്ഗീത ഭഗവത് ഭക്തിയുടെ സേവനാർപ്പണം എല്ലാ ശരീരഭാഗങ്ങളാലും അഥവാ എല്ലാ അവയവങ്ങളാലും ചെയ്യേണ്ടതാണ്. അത് ആത്മാവിന്റെ അതീന്ദ്രിയമായ വീര്യമേറിയ ശക്തിയാണ്. ആകയാൽ ഒരു ഭഗവത് ഭക്തൻ ഭഗവത് സേവനത്തിൽ 100% വ്യാപൃതനാകുന്നു. ഭഗവാനുമായി ബന്ധപ്പെടുത്തി ശരീരേന്ദ്രിയങ്ങളെ പവിത്രമാക്കുമ്പോൾ ഭക്തിയുടെ സേവനത്തിൽ വ്യാപൃതനാകാനും എല്ലാ ഇന്ദ്രിയങ്ങളുടെയും സഹായത്താൽ ഭഗവത് സേവന സമർപ്പണം ചെയ്യാനും ഒരുവിന് കഴിയും. ആ നിലയ്ക്ക് ഇന്ദ്രിയങ്ങളെയും ഇന്ദ്രിയ കർമ്മങ്ങളെയും അപൂർണമായും ഇന്ദ്രിയാസ്വാദനത്തിൽ മാത്രമുള്ള വ്യാപനത്തെ ഭൗതികമായും കരുതുന്നു. പവിത്രമാക്കപ്പെട്ട ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാസ്വാദനത്തിൽ മാത്രമല്ല ഭഗവത് സേവനത്തിലും പൂർണ്ണമായും വ്യാപൃതമാകുന്നു. സർവചേതനകളോടും കൂടിയ അതിശ്രേഷ്ഠനാണ് ഭഗവാൻ. ഭഗവാന്റെ അവിഭാജ്യ ഘടകമായ സേവകനും അതേ ചേതനങ്ങളാണ് ഉള്ളത്. ഭഗവത്ഗീതയിൽ വർണ്ണിച്ചിരിക്കുന്നത് പോലെ ഇന്ദ്രിയങ്ങളുടെ പരിപൂർണമായും പവിത്രമായ ഉപയോഗം ഭഗവത് സേവനമാണ്. ഭഗവാൻ പൂർണ്ണ ജ്ഞാനത്തോടെ ഉപദേശങ്ങൾ പകർന്നു നൽകുകയും അർജുനൻ പൂർണ്ണമായ പ്രത്യക്ഷ ഗ്രഹണശക്തിയോടെ അത് സ്വീകരിക്കുകയും ചെയ്തു. മാത്രവുമല്ല, അവിടെ ഗുരുവും ശിഷ്യനും തമ്മിൽ യുക്തിപരവും സംവേദനീയവുമായ പരിപൂർണ പരസ്പര വിനിമയവും ഉണ്ട്. ചില മത പ്രചാരക സംഘ ക്രിയവിക്രിയകൾ വിഡിത്തമായി
അവകാശപ്പെടുന്നത് പോലെ ആത്മീയ ജ്ഞാനം എന്നത് ഗുരുവിൽ നിന്നും ശിഷ്യനിലേക്കുള്ള വൈദ്യുത പ്രവാഹം പോലെയുള്ള ഒന്നല്ല. യുക്തിയിലും സംവേദനത്തിലും സമ്പൂർണമാണ് സമസ്തവും. ജ്ഞാന സ്വീകരണം വിനയാന്വിതവും യഥാർത്ഥവുമാകുമ്പോൾ മാത്രമേ ഗുരുവും ശിഷ്യനും മധ്യേയുള്ള വീക്ഷണ വിനിമയം സാധ്യമാവുകയുള്ളൂ. മഹത്തായ ദൗത്യത്തെ യുക്തിപരമായ ഗ്രഹിക്കുവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രബോധനങ്ങളെ ഒരുവൻ പൂർണ്ണ ബുദ്ധിയോടെയും സംവേദനത്തോടെയും വിവേകത്തോടെയും സ്വീകരിക്കണമെന്ന് ചൈതന്യ ചരിതാമൃതത്തിൽ പറഞ്ഞിരിക്കുന്നു. ജീവസത്തകളുടെ അശുദ്ധാവസ്ഥയിൽ വിവിധ ഇന്ദ്രിയങ്ങൾ ലൗകിക വിഷയങ്ങളിൽ പൂർണ്ണമായും വ്യാപൃതമായിരിക്കുന്നു. കർണങ്ങളെ ഭഗവത്ഗീതയിൽ നിന്നോ ഭഗവത്ഗീതയിൽ നിന്നോ ഭാഗവതത്തിൽ നിന്നോ ഉള്ള ഭഗവാനെ കുറിച്ചുള്ള ശ്രവണം മുഖേന ഭഗവത് സേവനത്തിൽ വ്യാപൃതമാക്കാത്ത പക്ഷം നിശ്ചയമായും കർണപുടങ്ങളിൽ അഴുക്ക് നിറയും. ആകയാൽ ഭഗവത്ഗീതയിലെയും ഭാഗവതത്തിലെയും സന്ദേശങ്ങളെ ലോകത്തിലുടനീളം അത്യുച്ചത്തിൽ പ്രഭാഷിക്കണം. ആധികാരികമായ കേന്ദ്രങ്ങളിൽ നിന്നും അവയെക്കുറിച്ച് യഥാർത്ഥമായി ശ്രവിച്ച ഒരു ശുദ്ധ ഭക്തന്റെ കർത്തവ്യമാണ് അത്. മറ്റുള്ളവരോട് എന്തെങ്കിലും പറയുവാൻ അനേകം പേർ ആഗ്രഹിക്കുന്നു. എന്നാൽ വേദജ്ഞാനത്തെ സംബന്ധിക്കുന്ന വിഷയത്തെക്കുറിച്ച് പ്രഭാഷിക്കുവാൻ പരിശീലിക്കാത്തവരാകിയാൽ അവരെല്ലാവരും വിഡ്ഢിത്തം വിളിച്ചു പറയുകയും യാതൊരു ബോധവുമില്ലാതെ ജനങ്ങൾ അവ സ്വീകരിക്കുകയും ചെയ്യുന്നു. ലോകത്തിലെ സാംസാരികമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിന് നൂറുകണക്കിന് ആയിരക്കണക്കിന് കേന്ദ്രങ്ങളുണ്ട്. ജനങ്ങൾ അവ സ്വീകരിക്കുന്നുമുണ്ട്. അതുപോലെ ഭഗവാന്റെ അതീന്ദ്രിയ വിഷയങ്ങളെ ശ്രവിക്കുന്നതിന് ഭുവനത്തിലെ ജനങ്ങളെ അഭ്യസിപ്പിക്കുകയും ഭഗവത് ഭക്തർ അവ ഉച്ചത്തിൽ പ്രഭാഷിക്കുകയും വേണം. തവളകൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുകയും തൽഫലമായി പാമ്പുകളെ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യും. അവയ്ക്ക് ഭക്ഷണമായി തീരുകയും ചെയ്യുന്നു. വേദസ്ത്രോത്രങ്ങൾ ഉരുവിടാനാണ് മനുഷ്യനെ വിശേഷിച്ചും നാക്ക് നൽകിയിരിക്കുന്നത്, അല്ലാതെ മാക്രികളെ പോലെ കരയാനല്ല. ഈ ശ്ലോകത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന അസതി എന്ന പദവും പ്രാധാന്യം അർഹിക്കുന്നു. സ്ത്രീവർഗത്തിന്റെ സഹജമായ സദ്ഗുണങ്ങളുടെ പേരിൽ പുലടയ്ക്ക് വേശ്യ യാതൊരു മതിപ്പിനും അവകാശമില്ല. അസതി എന്നാൽ പുലടയായി തീർന്ന സ്ത്രീ എന്നർത്ഥം. അതുപോലെ വേദശ്ലോകങ്ങൾ ഉരുവിടാനായി മനുഷ്യർക്ക് നൽകപ്പെട്ട നാവ് ലൗകികമായ വിഡ്ഢിത്തങ്ങൾ വിളിച്ചു പറയുന്നതിൽ വ്യാപകമാകുന്ന പക്ഷം അതിനെ പുലടയെന്ന് പരിഗണിക്കും. ഹരേ കൃഷ്ണ. വന്ദേഹം ശ്രീഗുരു ശ്രീപദകമലം ശ്രീഗുരു വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സകലരഘുനാഥാന്വിതം തം സദീപം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാം സഹഗണലളിതാ ശ്രീവിശാഖാന്വിതാംശ തത്കാഞ്ചന ഗൗരാംഗേ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയതാം സർവതോർവഗമമന്തമദർഗതിഃ മത്സർവസ്യ പദാംബോജോ രാധാമദനമോഹനോ. ജയ ശ്രീ രാധാമദനമോഹനോ, ജയ ശ്രീ രാധാമദനമോഹനോ. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ചർച്ചാ വിഷയം നമ്മുടെ നാമജപത്തിനെ കുറിച്ചാണ്. 2:3:20 ഭാഗവതം. ബിലെ എന്ന് പറഞ്ഞാൽ പാമ്പിന്റെ നാളം. ഉരുക്രമ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അതുല്യമായിട്ടുള്ള ലീലകൾ. വിക്രമൻ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കരുത്തുറ്റതായിട്ടുള്ള പ്രവൃത്തികൾ. രണ്ടും ഭഗവാന്റെ പേര് തന്നെയാണ്. ഉരുക്രമ എന്ന് പറഞ്ഞാലും വിക്രമൻ എന്ന് പറഞ്ഞാലും ഭഗവാന്റെ പേര് തന്നെയാണ്. സുന്ദത, ആരാണോ ഭഗവാന്റെ ദിവ്യലീലകളെ കുറിച്ച് കേൾക്കാത്തത് അവരുടെ കർണപുടം വല എന്ന് പറഞ്ഞാൽ അത് പാമ്പിന്റെ മാളമാണ്. അതുപോലെ ദർദുരം പറഞ്ഞാൽ തവള. നജ ഉപഗീയതേ ഗുരുഗായ ഗാഥ, ഭഗവാന്റെ കീർത്തികളെ കുറിച്ച് ആലപിക്കാത്ത നാവ്, നാമം ചൊല്ലാത്ത കീർത്തിക്കാത്ത നാവ്. ധാത്തുർക്കി എന്ന് പറഞ്ഞാൽ തവള.
ദദ്ദുരം എന്ന് പറയുന്നത്. രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഒന്ന് ചെവി, മറ്റൊന്ന് നാവ്. അപ്പൊ ഇതിന്റെ ഭാഗവത്തിൽ എന്താ പറയുന്നത് വെച്ചാല് മറ്റു വിഷയങ്ങളെ കുറിച്ച് പ്രഭുപാദ് വ്യാഖ്യാനം വായിച്ച സമയത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്താണ് ഒരു മനുഷ്യൻ സംസാരിക്കേണ്ടതെന്നും കേൾക്കേണ്ടതെന്നും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വാസ്തവത്തിൽ ഇല്ല. പലപ്പോഴും ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നു, ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അതിന്റെ ദോഷവശങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും പിന്നെ അതുപോലെ ഇനി നമുക്ക് എങ്ങനെ മാറ്റം വരുത്താം, എന്താണ് ഇനി നമുക്ക് മാറ്റം വരുത്തേണ്ടത് എന്നതിനെ കുറിച്ച്. അതായത് ഹരിദാസ് ഠാക്കൂർ ചൈതന്യ ചരിതാമൃതത്തില് ചിന്താമണി എന്ന് പറയുന്ന വേശി ഹരിദാസ് ഠാക്കൂറിനെ പ്രലോഭിപ്പിക്കാൻ വന്നുവെന്നും ഹരിദാസ് ഠാക്കൂർ അത് സഹനത്തോടെ ഇരുന്ന് നാമം ജപിച്ചുവെന്നും അതുകൊണ്ട് എന്താ ഉണ്ടായത്, ആ ഭക്തി എന്ന ചിന്താമണിക്ക് പോലും ഭക്തി കിട്ടി. അതൊരു അസുലഭമായിട്ടുള്ള സന്ദർഭമാണ്. പ്രഭുപാദ് പറയുന്നുണ്ട് വിശ്വാമിത്രർക്ക് പോലും സാധിക്കാത്ത കാര്യം ആരൊക്കെ സാധിച്ചു, ഹരിദാസ് ഠാക്കൂറിന് സാധിച്ചു. എന്തുകൊണ്ട് എന്നാണ് അവിടെ പറയുന്നത്. പ്രഭുപാദ് പറയുന്നു ഹരിദാസ് ഠാക്കൂർക്ക് എന്തുകൊണ്ട് സാധിച്ചു, വിനയമാണ്. കാരണം ഹരിദാസ് ഠാക്കൂർക്ക് വിനയമുണ്ടായിരുന്നു, വിശ്വാമിത്ര മുനിക്ക് വിനയമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തപസ് ചെയ്യുന്ന ആൾക്കാർക്ക് അഹങ്കാരം പോയെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. കാരണം വിശ്വാമിത്രർക്ക് അഹങ്കാരം പോയിട്ടില്ല. 60,000 വർഷം തപസ് ചെയ്തു. എത്ര വർഷം? 60,000 വർഷം. അത്രയും തപസ് ചെയ്യാൻ ക്ഷമയുണ്ട്, തപസ്സെടുക്കാനുള്ള മനോധൈര്യമുണ്ട്. എന്നിട്ട് പോലും എന്തുണ്ടായില്ല, ക്ഷമയുണ്ടായില്ല. അപ്പോ ഈ ക്ഷമ ആർക്ക് മാത്രം സംഭവിക്കുന്നതാണ്, ഭക്തന്മാർക്ക്. അത് കർമ്മികൾക്കോ ജ്ഞാനികൾക്കോ അതുപോലെ അഷ്ടാംഗ യോഗികൾക്കോ ഉള്ളതല്ല. അത് നിരൂപണമായ കാര്യമാണ് ഹരിദാസ് ഠാക്കൂർ. അപ്പൊ ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് ആ ചിന്താമണി ചോദിക്കാണ്, ഞാൻ എന്തിനാണോ വന്നത് ആ ഉദ്ദേശം നടന്നില്ല. എന്തുകൊണ്ടാണ്? ഹരിദാസ് ഠാക്കൂർ പറയാണ്, ഞാൻ ദിവസം എത്ര മാല ജപിക്കാന്ന്, 192 മാല ജപിക്കാന്ന് ഞാൻ വാഗ്ദാനം എടുത്തിട്ടുണ്ട്, സ്വയം. ആരും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന് 24 മണിക്കൂർ വേണം ജപിക്കാൻ. അങ്ങനെ 24 മണിക്കൂർ ജപിക്കുന്ന ഹരിദാസ് ഠാക്കൂറിന് ഇന്ദ്രിയ നിയന്ത്രണവും അതുപോലെ മറ്റെല്ലാ ഇന്ദ്രിയങ്ങളെയും പഞ്ചേന്ദ്രിയങ്ങളെയും അയാൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പൊ നാമജപത്തിന്റെ പ്രാധാന്യം നമ്മൾ ആരെ കണ്ടുപിടിക്കണം, ഹരിദാസ് ഠാക്കൂർ. അപ്പോ ഈ ചിന്താമണി ചോദിക്കാണ് നാമജപത്തിന്റെ മഹാത്മ്യത്തിനെ കുറിച്ച് പറഞ്ഞുതരാം. അപ്പോഴാണ് അടുത്ത ഈ ശ്ലോകങ്ങള് ചൈതന്യചരിതാമൃതത്തിൽ പറയുന്നത്. അപ്പൊ മഹാപ്രഭുവിന്റെ ഉത്തമ ശിഷ്യനാണ് ഹരിദാസ് ഠാക്കൂർ. അപ്പോ ചിന്താമണിയോട് ചോദിക്കുന്നു, അതായത് ഈ ശ്ലോകം, അതായത് 3 അന്ത്യലേവില് 3:256. അപ്പൊ ഈ സമയത്ത് ഹരിദാസ് ഠാക്കൂറടുത്ത് ചിന്താമണി ചോദിക്കാം. അവസാനം മനസ്സിലായി ഇവിടെ നമുക്ക് വന്ന ജോലി നടക്കില്ല എന്ന് ചിന്താമണിക്ക് മനസ്സിലായി. അപ്പൊ ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഇതുപോലെ ഭഗവാന്റെ മായാശക്തിയാണ്, അങ്ങ് പരിശോധിക്കാൻ വേണ്ടി വന്നാണ്, എനിക്ക് ജയിക്കാൻ സാധിച്ചില്ല എന്നും പറഞ്ഞ് എന്ത് ചെയ്തു, തല മുണ്ടനം ചെയ്ത് ശിഷ്യത്വം സ്വീകരിച്ചു. അപ്പോഴും ഹരിദാസ് ഠാക്കൂർ മാതൃകാപരമായിട്ടാണ് അവിടെ പെരുമാറുന്നത്. ആ സ്ഥലം വിട്ട് പോവാൻ പറഞ്ഞു ആരിനെ, ചിന്താമണി. പക്ഷെ അവര് പോകുന്നില്ല. അപ്പോ ഹരിദാസ് ഠാക്കൂർ പറഞ്ഞു, എന്നാൽ നീ ഇവിടെ നിന്ന് ജപിക്കൂ തുളസിത്തറയില്, ഞാൻ പോവാന്ന് പറഞ്ഞു. ഹരിദാസ് ഠാക്കൂർ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പൊ മാതൃകാപരമായിട്ട് പ്രവർത്തിച്ച ഹരിദാസ് ഠാക്കൂർ ഉപദേശിക്കുന്ന, അപ്പൊ നാമത്തിന്റെ മഹാത്മ്യം എന്താണ്?
പൂർവേ ആമി രാമനാമ പാനജി ശിവ ഹൈത്തെ തോമാര സംഘ ലോക ഹൈലെ കൃഷ്ണനാമ ലൈത്തെ. അതായത് ആദ്യം formally I received the holy name from Lord, name of Lord Ram from Shiva. ആദ്യം മഹാദേവൻ അത്ര ഈ രാമനാമം ജപിക്കാൻ തുടങ്ങി. ബട്ട് നൗ ഡ്യൂ ടു ദ അസോസിയേഷൻ, ഭക്തന്മാരുടെ അസോസിയേഷൻ, മഹാപ്രഭുവിന്റെ കാരുണ്യം കൊണ്ട് ഐ ഗ്രേറ്റ് ഈഗർ ടു ചാൻഡ് ദ ഹോളി നെയിം കൃഷ്ണ. അപ്പൊ ആദ്യം രാമനാമം ജപിച്ചിരുന്നു ഹരിദാസ് ടാഗോർ, പിന്നെ കൃഷ്ണനാമം ജപിച്ചു എന്ന് പറയുന്നുണ്ട്. മുക്തിഹേതുവോ ധാരകഹയ രാമനാമ. താരക മന്ത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? താരക എന്ന് പറഞ്ഞാൽ മുക്തി. അപ്പൊ താരക മന്ത്രം എന്ന് പറഞ്ഞാൽ മുക്തി മന്ത്രം എന്താണ്? രാമനാമം. കൃഷ്ണനാമ താരകഹൈന ഹരേ പ്രേമധന. കൃഷ്ണനാമം. അപ്പൊ ഇതില് താരക മന്ത്രം രാമനാമവും കൃഷ്ണമന്ത്രം പ്രേമധനം. കൃഷ്ണനാമം ജപിച്ചാൽ എന്ത് കിട്ടും? മുക്തി കിട്ടില്ലേ? എന്താ ഉദ്ദേശിക്കുന്നത്? മുക്തി കിട്ടില്ല എന്നാണ്. മുക്തിനേക്കാൾ ഉയർന്ന ഒന്ന് കിട്ടും. എന്താണ്? കൃഷ്ണ പ്രേമം. അപ്പൊ അതുകൊണ്ട് മുക്തി ഒരു ഭക്തനുക്ക് വിഷയമേ അല്ല, ഉദ്ദേശമല്ല. ഒരു കൃഷ്ണഭക്തൻ ഒരിക്കലും മുക്തി എന്ന് പറഞ്ഞ ഒരു വാക്ക് മനസ്സിൽ ചിന്തിക്കുന്നില്ല. അത് ഒരു ലക്ഷ്യമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ലക്ഷ്യം എന്താണ്? ഭഗവാനുള്ള പ്രേമം. അതായത് ഗോലോകേര പ്രേമധന ഹരിനാമ സംഗീതം. ഈ നമ്മൾ ജപിക്കുന്ന ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം ഗോലോകധാമത്തിൽ നിന്ന് ഭഗവാൻ അയച്ച മന്ത്രമാണെന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മളിവിടെ ഉണ്ടാക്കിയ മന്ത്രമല്ല. ഭഗവാൻ ഗോലോകധാമത്തിൽ നിന്ന് ഭക്തന്മാർക്ക് ഉണ്ടാക്കി അയച്ച മന്ത്രമാണ് ഹരിനാമ സംഗീതം. അതാണ് മഹാപ്രഭു പറയുന്നത്. മഹാപ്രഭു പറയുന്നത് ഗോലോകേര പ്രേമധന നാമസങ്കീർത്തനം. ഈ നാമസങ്കീർത്തനം എന്തുകൊണ്ടാ പാടുമ്പോ ആൾക്കാര് വയ്യാത്തവരൊക്കെ തുള്ളിച്ചാടും? കണ്ടല്ലോ, ആ സമയം മാത്രം. അത് കഴിഞ്ഞ് വീണ്ടും അയ്യോ പറഞ്ഞിരിക്കും. നാമസങ്കീർത്തനത്തില് ഒരു എനർജിയാണ്, ഒരു ശക്തി പ്രവാഹം എല്ലാവരുടെ ശരീരത്തിലുണ്ടാവും. കാരണം അത് ഗോലോകധാമത്തിൽ നിന്ന് വരുന്ന ശബ്ദ പ്രമാണങ്ങളാണ്. മന്ത്രം പറഞ്ഞാൽ അത് ശബ്ദമാണ്. അപ്പൊ ശബ്ദത്തിൽ നിന്നാണ് വായു ഉണ്ടായി, ആകാശമുണ്ടായി. ശബ്ദത്തിൽ നിന്നാണ് ആകാശമുണ്ടായി, ആകാശത്തിനാണ് വായു ഉണ്ടായി, വായുവിൽ നിന്നാണ് എന്തുണ്ടായി? ഭൂമി. ഭൂമിയിൽ നിന്നാണ് അല്ല ആകാശത്തിൽ നിന്ന് അഗ്നി ഉണ്ടായി, അഗ്നിയിൽ നിന്ന് ജലമുണ്ടായി, ജലത്തിൽ നിന്നാണ് എന്തുണ്ടായി? ഭൂമി ഉണ്ടായത്. ഇതാണ് ഭാഗവത്തിൽ പറയുന്നത്. നമുക്കിത് മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു പരിണാമത്തിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ ഈ ഗോലോകര പ്രേമധന എന്ന് വെച്ചാൽ ഗോലോകധാമത്തിൽ നിന്ന് ഭഗവാൻ അയച്ചത് എന്താണ്? പ്രേമധനം. ഭക്തന്മാർക്ക് കൃഷ്ണപ്രേമമാവുന്ന ധനം. താരകമന്ത്രം രാമനാമം. ഈ വരുന്ന ശ്ലോകങ്ങൾ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് താരകനാമമായിട്ട് മഹാദേവൻ വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്നു എന്നുള്ളത്. അപ്പം ഹരിദാസ് ടാഗോർ പറഞ്ഞു കൊടുക്കുന്ന നാമമഹിമയാണിത്. ആർക്ക്? ചിന്താമണിക്ക്. ഇപ്പൊ താരകമന്ത്രം രാമനാമം, പ്രേമധനം, കൃഷ്ണനാമം എന്ന് പറയുന്നുണ്ട്. പത്മപുരാണത്തില് ഒരു ശ്ലോകമുണ്ട്. യസ്തു നാരായണം ദേവം ബ്രഹ്മരുദ്രാദി ദേവതഃ സമത്വേന വീക്ഷതേ സപശന്തി ഭവേ ധ്രുവം. അതായത് ഭഗവാൻ നാരായണന്റെ തിരുനാമവും ബ്രഹ്മാവിന്റെ തിരുനാമവും രുദ്രന്റെ തിരുനാമവും സമത്വമായിട്ട് ഒന്നായിട്ട് കാണുന്നത് പാഷന്തിയാണ്. പാഷന്തി പറഞ്ഞാൽ വിഡ്ഢി. പത്മപുരാണത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നാരായണ നാമത്തിനെ ബ്രഹ്മാവിന്റെയോ ശിവന്റെ രുദ്രന്റെയോ നാമമായിട്ട് താരതമ്യപ്പെടുത്തി ചിന്തിക്കാൻ പാടില്ല, ജപിക്കാൻ പാടില്ല. നമ്മളിപ്പോ ജപിക്കുന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രത്തില്
കൃഷ്ണ, രാമ, ഹരേ എന്ന് 3 ബീജങ്ങളാണ്. ഈ ഹരേകൃഷ്ണ മന്ത്രത്തിന്റെ 16 ഷോഡശ മന്ത്രം, 16 വാക്കുകളുള്ള മന്ത്രമാണ് ഷോഡശ മന്ത്രം. അത് 3 ബീജം കൊണ്ടുണ്ടാക്കിയ മന്ത്രമാണ്. എന്താണ്? ഹരേ കൃഷ്ണ രാമ. ഹരേ എന്ന് പറഞ്ഞാൽ ഹര ശ്രീമതി രാധാറാണി. കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഭഗവാൻ, അല്ലെ? കൃഷ്ണസ്തു സ്വയം ഭഗവാൻ. രാമ എന്ന് പറഞ്ഞാൽ ആരാണ്? ശ്രീരാമനല്ല, പരശുരാമനല്ല, ബലരാമനല്ല. ആരാണത്? ആരുമല്ല, കൃഷ്ണൻ തന്നെയാണ്. കൃഷ്ണന്റെ ഗുണമാണ് രാമ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് പത്മപുരാണത്തിൽ ഈ ശ്ലോകം പറയുന്നത്. രമന്തേ യോഗിനോ ആനന്ദേ സത്യാനന്ദ ചിദാത്മനി ഇതി രാമ പദാനേഷു പരബ്രഹ്മാഭിധീയതേ. അതായത് രമന്തേ യോഗിനോ ആനന്ദേ, യോഗികളെ രമിപ്പിച്ച് ആനന്ദിപ്പിക്കുന്നവനാണ് കൃഷ്ണൻ. കൃഷ്ണൻ എന്ന് പറയുന്നത്, അല്ല, രാമ എന്ന് പറയുന്നത് കൃഷ്ണന്റെ ഒരു ക്വാളിറ്റിയാണ്. മനസ്സിലായോ? ഇവിടെ രാമ എന്ന് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അത്ഭുത ഒരു ശക്തിയാണ്. രാമ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവൻ. അല്ലാതെ ശ്രീരാമചന്ദ്രനോ പരശുരാമനോ ബലരാമനോ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പലരും വിചാരിക്കുന്നത് അങ്ങനെ ഈ രാമ അതാണ് എന്നത് തെറ്റാണ്. കൃഷ്ണനെ കുറിച്ച് ആദ്യം കൃഷ്ണന്റെ നാമം, പിന്നെ കൃഷ്ണന്റെ ഗുണാതിശയം, ക്വാളിറ്റീസ്, അതാണ്. അപ്പൊ രാമ എന്ന് പറഞ്ഞ ഭഗവാന്റെ ക്വാളിറ്റിയാണ്, ഗുണമാണ്. അതാണ് രമന്തേ യോഗിനോ ആനന്ദേ, യോഗികളെ രമിപ്പിച്ച് ആനന്ദം കൊടുക്കുന്നവനാണ് കൃഷ്ണൻ. സത്യാനന്ദ ചിദാത്മനി, സച്ചിദാനന്ദമായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതി രാമ, അതുകൊണ്ട് പരബ്രഹ്മത്തിന്റെ പേര് രാമ. അങ്ങനെയുള്ള കൃഷ്ണൻ പരബ്രഹ്മമാണ്. ഈ പരബ്രഹ്മമായിട്ട് കൃഷ്ണന് ഈ രാമ എന്ന് പറയുന്ന ഗുണമുണ്ട്. അതുകൊണ്ട് പരബ്രഹ്മത്തിന് രാമ എന്ന് പേര്. മനസ്സിലായോ? കുറച്ച് കൺഫ്യൂഷൻ ആയല്ലേ? അപ്പൊ രാമ എന്ന് പറയുന്നത് കൃഷ്ണന്റെ ഗുണം, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണന്റെ നാമം, ഭഗവാന്റെ സാക്ഷാൽ ഭഗവാന്റെ നാമം. നാമം എന്ന് പറയുമ്പോൾ നാമാപരാധം, നാമാഭാഷം, ശുദ്ധനാമം. ഇതില് നാമാപരാധം പറഞ്ഞാൽ നമുക്ക് 10 അപരാധങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കേട്ടു. അതൊക്കെ 10 നമുക്ക് എല്ലായ്പ്പോഴും ഓർമ്മയുണ്ടാവില്ല. എല്ലാം 10 ഓർമ്മയുണ്ടാവും. ഒരു അപരാധം ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് 1, 2, 3 പറഞ്ഞ് ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇല്ലല്ലോ, പടയെന്ന് ചെയ്തിട്ടാണ് ഇതിനെ ആലോചിക്കുക. അതായത് തിടുക്കത്തിൽ ചെയ്ത് സമാധാനമായിട്ട് ദുഃഖിനേക്കാളും സമാധാനമായി ചെയ്തിട്ട് ദുഃഖിക്കാതിരിക്കുക. മനസ്സിലായോ? എപ്പോഴും തിടുക്കത്തിൽ ചെയ്ത് നിദാനമായിട്ട് ദുഃഖിക്കുക ആൾക്കാർ. അപ്പൊ അതേ തന്നെ ആദ്യം നിദാനം ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ എടുത്തുചാട്ടക്കാർക്ക് എപ്പോഴും കുഴപ്പമാണ്. അപ്പൊ ഭക്തന്മാരെ എടുത്തുചാട്ടം പാടില്ല. എല്ലാം ആലോചിച്ച് ഒന്നുകൂടെ ആലോചിച്ചാണ്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് അപരാധമാണ് എന്ന് അറിയാതെ നമ്മൾ എങ്ങനെ ചെയ്യാൻ സാധിക്കാം? അപരാധം ആദ്യം അറിയണ്ടേ? പക്ഷേ ഒരു അപരാധം നമ്മൾ ഒഴിവാക്കിയാൽ എല്ലാ അപരാധവും ഒഴിഞ്ഞു പോകും. എന്താണത്? 10 അപരാധത്തിൽ ഒരു അപരാധം ചെയ്യാതെ നമ്മൾ ശ്രദ്ധിച്ചാൽ ബാക്കിയെല്ലാം ഒഴിഞ്ഞു പോകും. എന്താണ്? അതേതാണ്? ചെയ്യാതിരിക്കാനുള്ള അപരാധം. ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഒരു അപരാധം നമുക്ക് ഓർമ്മയുണ്ടാവണം. എന്താണത്? എന്താണ്? യെസ്, വിസ്മയ പറഞ്ഞ കറക്റ്റ്. കൈവരി കൊടുത്തു. ആത്മീയ ഗുരുവിന്റെ എന്താ പറയാ, ആത്മീയ ആജ്ഞകളെ ഉല്ലംഘിക്കാതിരിക്കാൻ നമുക്ക് പഠിച്ചിട്ടുണ്ട്. അത് ചെയ്താൽ തന്നെ ബാക്കിയെല്ലാം നമുക്ക് കുഴപ്പത്തിൽ പോയി ചാടില്ല. കാരണം ഗുരു വൈഷ്ണവനാണ്. വൈഷ്ണവ അപരാധം എന്ന് പറയും നമ്മൾ ആദ്യം, ഇല്ലേ? നമ്മൾ ആദ്യം എന്താ പറയുന്നത്? ആദ്യത്തെ സദാസമയം സദാം നിന്ദനാമന പരമമപരാധം നിന്ദനതേ എന്ന് പറഞ്ഞാൽ സദാസമയം ഭഗവാന്റെ തിരുനാമം പ്രചരിപ്പിക്കുന്ന വൈഷ്ണവനെ അപരാധിക്കില്ലെന്ന് പറയുന്നു.
സദാ നിന്ദനാണ് പരമം അപരാധമുള്ളത്. അപ്പൊ ഇതിൽ ഒറ്റ ഒരു പോയിന്റ് പറയാൻ, ഗുരുവിനെ നിന്ദിക്കാൻ പാടില്ല. എന്നുവെച്ചാൽ ഗുരു എന്താ പറയുന്നത് അത് ചെയ്യണം. പല ആൾക്കാരും ഗുരുവിന്റെ ദീക്ഷ എടുത്തിട്ട് ഗുരുവിനെ നിന്ദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ, നേരിട്ട് പോയിട്ട് ചീത്ത പറയല്ല, അനുസരിക്കില്ല ആ ഉപദേശങ്ങള്. ഗുരു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് പലതും കാറ്റത്ത് വിട്ടിട്ട് അത് അനുസരിക്കാതെ അതിനേക്കാളും അത് എന്തുകൊണ്ടാ സംഭവിക്കണമെന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ടാ ഗുരുവിന്റെ ആ വാക്ക് ഉല്ലംഘിക്കുന്നത്, ആജ്ഞ എന്തുകൊണ്ടാ സംഭവിക്കുന്നത്? ഒരു കാരണം പറയുന്നത് എന്താണ്, ഗുരുവിനെ സാധാരണ മനുഷ്യനായി ചിന്തിക്കുന്നു, അതുകൊണ്ടാണ് ആ വ്യക്തിയുടെ വാക്കുകൾ അവര് ലംഘിക്കുന്നത്. ഗുരു സാധാരണ മനുഷ്യനാണെന്ന് ചിന്തിക്കുന്നത് അവരാണ്. അതുകൊണ്ടാ ഈ നിന്ദന തന്നെ വരുന്ന എന്താണ്, ഒരു സാധാരണ വ്യക്തി എന്ന് ചിന്തിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അതിന്റെ വില കുറഞ്ഞു. അതുകൊണ്ട് ഗുരു സാധാരണ വ്യക്തിയാണെന്ന് ചിന്തിക്കാൻ പാടില്ല. എന്താണ്, ആരാണ് പിന്നെ ഗുരു? ഭഗവാന്റെ ട്രൂ റെപ്രസെന്റേറ്റീവ്, ഭഗവാന്റെ ശരിക്കുള്ള പ്രത്യക്ഷ പ്രതിനിധിയാണ്. കാരണം ആ ഗുരുവിന് വേറെ ഒരു പണിയില്ല, തന്റെ ശിഷ്യനെ ഈ ഭൂലോകത്തിൽ നിന്ന് ഗോലോകത്തിൽ കൊണ്ടുപോകാം. ഭൂലോകം ഗോലോകം അല്ലെ, ഡയറക്റ്റ് ഫ്ലൈറ്റ് ആണ് ഇവിടുന്ന്. അത് കൊടുക്കുന്നത്, ടിക്കറ്റ് കൊടുക്കുന്ന, ആ വിസ കൊടുക്കുന്ന ആളാണ് ഗുരുനാഥൻ. ഭൂലോകം ടു ഗോലോകം ഈ ഒരു ട്രാൻസ്പോർട്ട് സർവീസ് ആരുടെ കയ്യിലുണ്ട്? ഗുരുനാഥൻ. ആ ഗുരു ഒരിക്കലും വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. നിങ്ങൾ വേറെ എവിടേക്കും സ്വർഗത്തേക്കോ നരകത്തേക്കോ കൊണ്ടുപോകില്ല. നിങ്ങളെ കൊണ്ടുപോകുന്ന ആകെ അവരുടെ ഒറ്റ ലക്ഷ്യമാണ്. അങ്ങനെ നമുക്ക് വേണ്ടി ജനിച്ച ആ ഗുരുനാഥനെ എങ്ങനെ സാധാരണ മനുഷ്യനായിട്ട് കാണാൻ സാധിക്കും? കാരണം പിന്നെയും പറയുന്നുണ്ട്, ആ ഗുരുനാഥൻ ഭഗവാന്റെ കാരുണ്യ സ്വരൂപമാണ്. കഴിഞ്ഞില്ല പരിപാടി, ഇനി ഒന്നും പറയാനില്ല. കാരണം ഇനി കാരുണ്യം കിട്ടിയില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഒരു ഗുരുവിനെ കിട്ടിയ ആൾക്ക് എനിക്ക് ഭഗവാന്റെ കാരുണ്യം കിട്ടിയില്ല എന്ന്, കാരുണ്യ സ്വരൂപമായിട്ട് ഗുരുനാഥൻ നിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ഇത് ചെയ്യണം അത് ചെയ്യരുതെന്ന്. അപ്പൊ ഭഗവാന്റെ കാരുണ്യം കിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ മനുഷ്യജന്മം, ഗുരുനാഥൻ, ഭഗവാന്റെ കാരുണ്യമായിട്ടുള്ള ഗ്രന്ഥം, ഈ മൂന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇനി വൈകുണ്ഠത്തിൽ പോവാൻ, ഗോലോകധാമത്തിൽ പോവാൻ മറ്റൊന്നും ആവശ്യമില്ല. ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. മനുഷ്യജന്മം, മനുഷ്യ ശരീരം കിട്ടിയിട്ടുണ്ട്, ഗുരുനാഥനെ കിട്ടിയിട്ടുണ്ട്, പ്രഭുപാദനെ കിട്ടിയിട്ടുണ്ട്, ഗുരു ശിഷ്യ പരമ്പരയിൽ കൂടെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. ഇനി വേദങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഭഗവാന്റെ കാരുണ്യമായിട്ടുള്ള വേദങ്ങൾ. ഈ മൂന്ന് നമുക്കുണ്ട്. ഇനി എന്തിനെ ആലോചിച്ചുകൊണ്ടായിരിക്കുന്നത്? ഇനി എന്തെങ്കിലും നാലാമത് ഒരു കാര്യം കൂടെ കിട്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനാവശ്യമില്ല. ഈ മൂന്നും ധാരാളം മതി. ഇത് ഉപയോഗിക്കാൻ അറിയാത്തവൻ ആ മനുഷ്യജന്മം നഷ്ടപ്പെടുത്തും, അല്ലേ? ഈ മൂന്നും ഉണ്ടായിട്ട് ഉപയോഗിക്കാത്തവൻ എത്ര ദൗർഭാഗ്യശാലിയാണ്. ഇത് മൂന്നും ഏതെങ്കിലും ഒന്ന് കിട്ടാത്തവരുടെ കാര്യം പിന്നെ പറയണ്ട. അവർക്ക് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് അവർ ചെയ്തില്ല. പക്ഷെ ഇത് മൂന്നും കിട്ടിയ ആൾക്കാരുടെ അവസ്ഥ എന്താണ്? ചെയ്യുന്നില്ല. അപ്പോ ഗുരുനാഥൻ, അപ്പോ നാമാപരാധം എന്ന് പറഞ്ഞാൽ ഗുരുനാഥന്റെ വാക്ക് അനുസരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നാമാപരാധം. പിന്നെ നാമാഭാസം. അപ്പൊ നാമ അപരാധം ചെയ്യുന്നവർക്ക്, അപ്പൊ അപരാധം ചെയ്താലും അവർക്ക് നാമം ചൊല്ലാം. അതുകൊണ്ടാണ് ഗുരുനാഥന്മാര് കലികാലത്തിൽ പ്രത്യേകിച്ചും ശിഷ്യന്മാർ എത്ര അപരാധം ചെയ്താലും അതവർ പൊറുക്കും. അവരൊരിക്കലും ദേഷ്യപ്പെടുകയോ ശപിക്കൊന്നും ചെയ്യില്ല. കാരണം അവർക്കറിയാം നമ്മുടെ അവസ്ഥ ഇതാണ്. അതുകൊണ്ട് അവർക്ക് ദേഷ്യം വരില്ല. അവര് സഹിച്ച് വീണ്ടും നമ്മളെ ഉപദേശിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും ശപിക്കല്ല. വൈഷ്ണവ അപരാധം നമുക്ക് ഒരിക്കലും കിട്ടാത്തതിന്റെ കാരണം എന്താ? നമ്മൾ അപരാധം ചെയ്യാഞ്ഞിട്ടില്ല, അവർ നമ്മളെ ശപിക്കാത്തതുകൊണ്ടാണ്. അത്ര എന്തപരാധം ചെയ്താലും അവർ നമ്മളെ ശപിക്കില്ല. ഇവൻ നശിച്ചു പോട്ടെ ചിന്തിക്കില്ല. അപ്പോഴും ഇവൻ എങ്ങനെ രക്ഷിക്കാം എന്ന് ചിന്തിക്കും. പ്രഭുപാദ് ഒരിക്കൽ തന്റെ ശിഷ്യൻ ഗൃഹസ്ഥൻ തന്റെ ഭാര്യന് എന്താ പറയാ, ഡൈവേഴ്സ് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ പ്രഭുപാദ് സമ്മതിക്കുവോ? ഒരു ഗുരുനാഥൻ സമ്മതിക്കുവോ? ഒരു തന്റെ ശിഷ്യൻ തന്റെ ഭാര്യനെ
വിവാഹമോചനം കൊടുക്കാൻ സമ്മതിക്കില്ല. ശാസ്ത്രങ്ങള് നമ്മുടെ സനാതനത്തിൽ അങ്ങനെ ഒന്നും ഇല്ല. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അങ്ങനെ ഇല്ല. പ്രോപ്പർ പറഞ്ഞ നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ അയാള് ഫോറിൻ ഡിവോട്ടിയാണ്. അപ്പൊ അങ്ങോട്ട് എന്തായാലും ചെയ്യും. ഇന്ത്യൻ ആണെങ്കിൽ ഇന്ത്യന്റെ ബ്ലഡിലുണ്ടാവും ഈ കൾച്ചർ. പക്ഷെ ഫോറിൻ ഡിവോട്ടികൾക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ പ്രോബർ എപ്പോഴും പറയാറുണ്ട്, യു ആർ ട്രബിൾ ടു ബി, ഫോറിൻ ഡിവോട്ടീസ് ആർ ട്രബിൾ ടു ബി എന്ന് പറയാറുണ്ട്. പക്ഷെ എന്നിട്ട് ആ ശിഷ്യൻ ആവർത്തിച്ച് പ്രോബറോട് പെർമിഷൻ ചോദിക്കാം. അപ്പൊ പ്രോബർ ഓക്കെ പറഞ്ഞു. അപ്പൊ മറ്റു ശിഷ്യന്മാർക്കെല്ലാം വലിയ ടെൻഷനായി. കാരണം പ്രോബർ ഇങ്ങനെ പറയാൻ പാടില്ല, തന്റെ ശിഷ്യനെ ഇങ്ങനെ ഒരു ചാൻസ് കൊടുക്കാൻ പാടില്ല. അപ്പോ ഒരു ശിഷ്യൻ ചോദിച്ചു, പ്രോബർ എന്തുള്ള പെർമിഷൻ കൊടുത്ത് ഡൈവേഴ്സ് ചെയ്യാൻ? പ്രോബർ ഞാൻ കൊടുത്തില്ലെങ്കിലും അവൻ ഡൈവേഴ്സ് ചെയ്യും. അതുകൊണ്ട് അവൻ രണ്ടാമതൊരു തെറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഞാൻ പെർമിഷൻ കൊടുക്കും. ഒരു തെറ്റ് എന്തായാലും ചെയ്യും, ഭാര്യനെ ഉപേക്ഷിക്കും, അതവൻ അനുഭവിക്കട്ടെ. രണ്ടാമത് ഗുരുവിന്റെ വാക്ക് ഉല്ലംഘിക്കും. ഞാൻ നോ പറഞ്ഞാൽ അവൻ ചെയ്യും. അപ്പോ രണ്ടാമതെറ്റ് ഗുരുവിന്റെ വാക്ക് ധിക്കരിക്കാം. അത് ജന്മജന്മാന്തരം അവൻ നരകത്തിൽ കിടക്കേണ്ടി വരും. അതുകൊണ്ട് അവൻ നരകത്തിൽ പോകേണ്ട ആവശ്യം ഞാൻ പെർമിഷൻ കൊടുത്താണ്. ഗുരു ആലോചിച്ച് നോക്കൂ, അവനെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പെർമിഷൻ കൊടുക്കണം. അവർ കാരുണ്യ അവതാരങ്ങളാണോ അല്ലയോ? അവർക്ക് കോൺസിക്വൻസ് അറിയാം. എന്റെ വാക്ക് തെറ്റിച്ച അവൻ എവിടെ പോകും. അതുകൊണ്ട് അവനത് പോവാതിരിക്കട്ടെ. കാരണം അവിടെയെങ്കിലും പോവാതിരിക്കട്ടെ. എന്നിട്ട് ഭൂമിയിൽ നിന്ന് വീണ്ടും ഏതെങ്കിലും ജന്മത്തില് ഞാനും വരും, ഈ ഗുരുനാഥൻ വരും, തിരിച്ചു വരും. ഈ ശിഷ്യന്മാരെല്ലാം പറക്കിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഗുരുനാഥൻ വീണ്ടും ജനിക്കും. അപ്പൊ ഞാനെങ്കിലും ഒന്ന് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ച് ഈ ഭൂമിയിൽ പിടിച്ചു നിർത്തിയതാണ്. അപ്പൊ ആലോചിച്ച് നോക്കുക, വൈഷ്ണവന്മാർ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കില്ല. എങ്ങനെ രക്ഷിക്കാം ശിഷ്യന്മാരെ, ജീവാത്മാവ്. അപ്പൊ അങ്ങനെ നാമ ആഭാഷം എന്ന് വെച്ചാൽ നാമാഭാഷം ചെയ്യുന്ന ആൾക്കാർ ആരാണ്? അതായത് നാമം ജപിക്കും, അവര് ഉറങ്ങിയും ജപിക്കും, പിന്നെ കുറ്റം പറഞ്ഞും ജപിക്കും. മറ്റവർക്ക് എന്തായാലും നാമം ചൊല്ലിയാൽ അവർക്ക് അതിന്റെ ഗുണം കിട്ടും. അപ്പൊ നാമം ചൊല്ലിയാൽ എങ്ങനെ ഗുണം കിട്ടുക? അതായത് അജാമിളന് കിട്ടിയ പോലെ നാമം ആണെന്ന് അറിയില്ല, മകനെ വിളിച്ചു, ഭഗവാനെ ഉദ്ദേശിച്ചില്ല വിളിച്ചു, എങ്കിലും ഗുണം കിട്ടി. അപ്പൊ അതുകൊണ്ട് നാമാഭാഷത്തിന്റെ മഹത്വം കൊണ്ട് ആർക്ക് എന്ത് മുക്തി കിട്ടുന്ന പറയുന്നത്. നാമാഭാഷം കൊണ്ട് ഒരാൾക്ക് മുക്തിയെ കിട്ടും. അജാമിന് മുക്തി കിട്ടിയില്ലേ? വീണ്ടും മുക്തി കിട്ടിയ ആൾക്ക് ഹരിദ്വാരിൽ ചെന്ന് 12 കൊല്ലം വീണ്ടും നാമം ചൊല്ലി വിഷ്ണുദൂതന്മാരും യമദൂതന്മാരും ഒരുമിച്ച് കാണാനുള്ള ഒരു സീനി കാണാനുള്ള ഒരു സംഭവം കിട്ടിയ ആൾക്ക്. അവർ തമ്മിലുള്ള സംഭാഷണം കേട്ടപ്പോഴേക്കും ഒരു ഭാഗവതം ക്ലാസ് ആയിരുന്നു, ഇല്ലേ? റിയൽ ഭാഗവതം ക്ലാസ് ആയിരുന്നു അജാമിളൻ കണ്ടത്. അപ്പൊ അത് കണ്ടവണ്ണെ ആൾക്ക് ബുദ്ധി വന്നു, അല്ലേ? നമുക്ക് കണ്ടാ വരില്ല, ബുദ്ധി വരില്ല. അത് കണ്ടാലും ബുദ്ധി വരില്ല. പക്ഷെ ആൾക്ക് കണ്ടപ്പോ ബുദ്ധി വന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ വീണ്ടും പോയിട്ട് 12 വർഷം നാമം ചൊല്ലി ഹരിദ്വാരിന്ന് പുഷ്പവിമാനം വന്ന ആൾ നേരെ വൈകുന്നു പോയി. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഭഗവാന്റെ നാമം ചൊല്ലിയാൽ നമ്മളെ എങ്ങനെയെങ്കിലും രക്ഷിക്കും, താഴോട്ട് പോകില്ല. അപ്പോ ശുദ്ധനാമം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ആർക്കും ജപിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ജീവൻ മുക്തനായിരിക്കണം, പ്രഭുപാരെ പോലുള്ളവർക്ക് ശുദ്ധനാമം ജപിക്കാം, അല്ലെങ്കിൽ വൈകുണ്ഠത്തിൽ പോയവർക്ക് ജപിക്കാം. അവിടെ പോയിട്ട് അവർ ജപിക്കണെല്ലാം ശുദ്ധനാമമാണ്. നമ്മളിവിടെ ജപിക്കണത് ഒരിക്കലും ശുദ്ധനാമല്ല. ഒന്നെങ്കിൽ നാമാപരാധം അല്ലെങ്കിൽ നാമാഭാഷം, അല്ലെ രണ്ടും കൂടെ മിക്സിങ്. നമ്മളങ്ങനെയാണ് അവിയൻ പർവ്വത്തിലാണ് എപ്പോഴും അപരാധം കുറച്ച് ആഭാസമൊക്കെ കൂടെ ചേർത്തിട്ട് ചെയ്യും. അപരാധാഭാസം, അപരാധം കുറച്ച് ആഭാസം കൂടെ ചേർത്തിട്ട്. പക്ഷെ എന്നാലും ഭഗവാൻ നമ്മളെ പരിഗണിക്കുന്നു. കാരണം എപ്പോഴെങ്കിലും നമ്മള് ആ ഒരു മാർഗത്തിലേക്ക്, ഭക്തി മാർഗത്തിലേക്ക് വെച്ച് മുന്നോട്ട് വരും. അപ്പൊ ശുദ്ധനാമം പറഞ്ഞ് ഈ ഭൂമിയിൽ ആർക്കും ജപിക്കാൻ പറ്റില്ല. ഒന്നിയിൽ ഗുരുനാഥൻ ജപിക്കും, എന്നുവെച്ചാൽ ജീവൻ മുക്തനായിട്ടുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ മുക്തനായി. അപ്പോ ശിവപാർവതി തമ്മിലുള്ള സംഭാഷണം പത്മപുരാണത്തിലുണ്ട്. പാർവതി ചോദിക്കാണ്,
കേന ലഘുന ഉപയാന വിഷ്ണു സഹസ്രനാമ നര പദേതഃ എന്ന് വെച്ചാൽ എന്താണ് 1000 നാമം വിഷ്ണു സഹസ്രനാമത്തിൽ ചൊല്ലണം അല്ലെ. വിഷ്ണു സഹസ്രനാമം ഭഗവാന്റെ 1000 നാമം ചൊല്ലുന്ന ആൾക്കാരുണ്ട്. അത് ഒറ്റയടിക്ക് എങ്ങനെ ജപിക്കാം? 1000 നാമം ഒറ്റയടിക്ക് എങ്ങനെ ജപിക്കാന്ന് ചോദിക്കാണ് പാർവതി. അപ്പൊ അതിന് മഹാദേവൻ പറഞ്ഞു രാമ രാമേതി രാമേതി രാമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനന. അപ്പൊ ദേവിയോട് പറയാണ് വരാനന എന്ന് പറഞ്ഞാൽ പാർവതി ദേവിയുടെ പേരാണ്. എന്ന് വെച്ചാൽ വരാനന പറഞ്ഞ ഏറ്റവും സൗന്ദര്യവതിയാണ് പാർവതി, നമ്മുടെ ഭൗതിക മാത. ഈ ജഗത് മാത എന്ന് പറയുന്നത് പാർവതിയാണ്. ഭൗതിക ലോകത്തിൽ നമ്മുടെ മാത പാർവതിയും ആത്മീയ ലോകത്തിൽ നമ്മുടെ മാത രാധാറാണ്. അപ്പോ ചാൻഡ് ദ ഹോളി നെയിം ഓഫ് രാമ രാമ രാമ. വളരെ ഭംഗിയായിട്ടുള്ള വാക്കാണ് രാമ. ദിസ് ഹോളി നെയിം ഓഫ് രാമചന്ദ്ര ഈക്വൽ ടു 1000 ഹോളി നെയിം വിഷ്ണു. ഒരു തവണ അല്ല 3 തവണ രാമ 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 എന്ന് പറഞ്ഞാൽ 1000 വിഷ്ണു നാമം ചൊല്ലിയ പോലെ ആയി എന്ന് പറയുന്നുണ്ട്. ഇത് പത്മപുരാണത്തിൽ 72.335 ശ്ലോകം. അപ്പൊ പാർവതി ദേവിയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പത്മപുരാണത്തിൽ പറയുന്നതാണ് ഈ ശ്ലോകം. രാമേ രാമേതി രാമേതി. 3 തവണ രാമ രാമ രാമയിതി രാമയിതി എന്നുവെച്ചാൽ രാമ രാമേതി രാമേതി. അങ്ങനെ 3 തവണ രാമനാമം ചൊല്ലിയാൽ രാമ രാമ രമേ രമേ എന്ന് പറഞ്ഞ ഇവിടെ ആരാണ്? രമ എന്ന് പറയും. രമ ആരാണ്? പാർവതിയാണ് അല്ലെ. രമ എന്ന് പേര് വെക്കുന്നല്ലോ നമ്മുടെ വീടുകളിൽ കുട്ടികൾ പെൺകുട്ടികൾ. അത് പാർവതിയുടെ പേര് രമ. രമേ മനോരമേ സഹസ്രനാമ തത്തുല്യം. അങ്ങനെ 3 തവണ രാമനാമം ജപിച്ചാൽ അത് സഹസ്രനാമ തത്തുല്യമാണ്, തുല്യമാണ്. രാമനാമ വരാനമേ. ഇതാണ് രാമനാമത്തിന്റെ മഹിമ. ഒരു തവണ നമ്മളിപ്പോ നാമം ചൊല്ലുന്നുണ്ടല്ലോ, നമ്മൾ നാമം ജപിക്കുന്നുണ്ട്. മഹാദേവനും രാമനാമം ജപിക്കുന്നുണ്ട്. എന്താ വ്യത്യാസം? ഹരേ കൃഷ്ണ. എല്ലാവരും ഔട്ട് ഓഫ് സ്പേസ് ആയി. എന്താണ് വ്യത്യാസം? അതായത് ഭാവം, നാമം ജപിക്കുമ്പോൾ നമ്മുടെ മനോഭാവം വളരെ പ്രധാനമാണ്. എങ്ങനെയാണ് മനോഭാവം? നമ്മൾ ജപിക്കുന്ന സമയത്ത് നമ്മൾ ഇഷ്ടത്തോടെ ജപിക്കുന്നുണ്ടോ, അതിന്റെ ആനന്ദത്തോടെയാണ് ജപിക്കുന്നത്, അല്ലെങ്കിൽ അത് മാല തീർക്കാൻ വേണ്ടി ജപിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ അത് പ്രസക്തമാണ്. അതിനെ ഭക്തിഭാവത്തോടെ ജപിക്കണത്. നാമം ജപിക്കേണ്ടത് ഭക്തിഭാവത്തിൽ. അതില് മഹാദേവൻ പാർവതിയോട് പറയാണ് രഘരാതീനി എന്താ പറയാ, അതായത് പറയുന്നുണ്ട് നാംനി, നാമം എന്ന് പറഞ്ഞ നാമം, നാംനി പറഞ്ഞ ആ നാമത്തിന്റെ ഉടമസ്ഥൻ. അപ്പോ രഘരാധാനി നാംനി സുൻവദോ മമ പാർവതി. പാർവതിയോട് പറയാണ് ഈ നാമം ഞാൻ ചൊല്ലുമ്പോ ഒരാള് രാ എന്ന് പറഞ്ഞാൽ എനിക്ക് രാമനെ ഓർമ്മ വരും. നമുക്ക് വരുന്നുണ്ടോ? റാ പറയുമ്പോഴേക്കും രാമാന്ന് പറഞ്ഞാല് എന്താണ് രാമനോ? ശരി, ഫുൾ പറയണം. രാമാന്ന് പറഞ്ഞാല് നമുക്ക് രാമനെ ഓർമ്മ വരും. ഇനി പറയാൻ വരുന്ന ആള് രാ എന്ന് പറഞ്ഞിട്ട് വണാന്ന് ചേർത്തിയ രാവണനായി അല്ലെ. രാമാന്ന് പറയണമെന്നില്ല. അപ്പോ രാ എന്ന് പറയുമ്പോഴേ നമുക്ക് പറയണം മനസ്പ്രശാന്ത തത്യാദി രാമനാമാദി സംഖ്യ. എനിക്ക് രാ പറയുമ്പോഴേ രാമനെ ഓർമ്മ വന്നു. ഇനിയാള് രാവണൻ പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല. മനസ്സിലായോ? അതാണ് മനോഭാവം. ആരുടെ മനോഭാവം? മഹാദേവന്റെ മനോഭാവം. എന്താണ്? രാമ എന്ന് വിളിക്കുമ്പോ ആ മനസ്സില് തോന്നുന്നത് രാമനാണ്. ഇനിയാള് രാവണ എന്ന് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല. കാരണം ആദ്യം രാ കേൾക്കുമ്പോഴേ രാമന്റെ ഓർമ്മ വന്നു. ഇഷ്ടദൈവമാണ്. ആരുടെ? മഹാദേവന്റെ ഇഷ്ടദൈവം രാമനാണ്. അതുകൊണ്ട് കാശിയിൽ പോയി മരിക്കുന്ന എല്ലാ ആൾക്കാരെയും ചെവിയിൽ രാമനാമം ജപിക്കും. ശിവപാർവതി രണ്ടുപേരും രാമനാമം. അതുകൊണ്ടാണ് പണ്ടുകാലത്ത് ആൾക്കാർ
മറ്റേ കാശിയിൽ പോയി മരിക്കാൻ കാരണം. അപ്പൊ അതിന് അന്ന് കാലത്ത് അവർക്ക് വാനപ്രസ്ഥ ജീവിതം, കാശിയിൽ പോയി ശിഷ്ടകാലം ജീവിച്ച് അവർ അവിടെ നിന്ന് മരിക്കും. അപ്പൊ ഉറപ്പാക്കാണ് അവര് എവിടെ പോണം, അതായത് ഐശ്വര്യധാമം. ശ്രീരാമചന്ദ്ര ഭഗവാൻ വസിക്കുന്ന സ്ഥലം അയോധ്യ, ഐശ്വര്യധാമം. അവിടേക്ക് അവര് പോകും. അപ്പൊ കാശിയിൽ മരിക്കുന്നവരെല്ലാവരും ഭഗവാന്റെ നാമം കേൾക്കും, രാമനാമം കേൾക്കും. അവര് ആത്മാവിടെ പോകും, രാമലോകത്ത് ചെല്ലും. അപ്പൊ അങ്ങനെ പ്രസന്നനാവുന്നു, മനപ്രസന്നം എന്ന് വെച്ചാൽ കേൾക്കുമ്പോഴേ സന്തോഷമാണ്. രാമനാമം കേൾക്കുമ്പോഴേ സന്തോഷമാണ്. അപ്പോ തമ്യാദി രാമനാമാദി സംഖ്യ. അപ്പോ രാമനാമം കേൾക്കുന്നവർ അവർക്ക് മനസ്സ് പ്രസന്നമാകുന്നു. ഇതൊക്കെയാണ് ലക്ഷണം. എന്താണ്? എന്ന് പറയുമ്പോൾ തന്നെ രാമനെ ഓർമ്മ വരുന്നു. ആ രാമനാമം കേൾക്കുമ്പോ ഈ ജപിക്കുന്നത് നമ്മൾ കേൾക്കണമല്ലോ. അപ്പൊ പലപ്പോഴും നമ്മൾ മനസ്സ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കേൾക്കില്ല. മനസ്സ് എന്തെങ്കിലും വ്യവഹാരത്തിലായിരിക്കും. നമ്മള് ജോലിക്ക് പോകണം, അല്ലെങ്കിൽ പൈസ, അങ്ങനെ എന്തെങ്കിലും ആലോചിച്ചോണ്ട്. അതുകൊണ്ട് മനസ്സൊരിക്കലും ജപത്തിലുണ്ടാവില്ല. മെക്കാനിക്കൽ ചാൻഡിങ് എന്ന് പറയും. രാമ രാമ ഹരേ കൃഷ്ണ എന്നൊക്കെ ജപിക്കുമ്പോ അതുപോലും നല്ലതാണെന്ന് പറയുന്നു. പക്ഷെ അത് അന്ത്യമായിട്ട് നല്ലതല്ല. നമുക്കത് മനസ്സും കൂടെ അവിടെ. അതുകൊണ്ടാണ് ചാൻഡിങ് എന്ന് പറയുന്നത്. എന്താ പറയാ, നാവിൽ പറഞ്ഞ് അല്ല, ചെവിയിൽ കൂടെ, നാവിൽ പറഞ്ഞ് ചെവിയിൽ കൂടെ ഇറങ്ങി മനസ്സിൽ പോയി തങ്ങണം. ഇതാണ് നാമജപം. അപ്പോ രാമ എന്ന് പറയുമ്പോ നമ്മൾ നാവ് പറയുന്നത് ചെവി കേൾക്കണം, ചെവി പറയുന്നത് മനസ്സ് മനനം ചെയ്യണം, ചെവി കേട്ട് മനസ്സ് മനനം ചെയ്യണം. ഇത്രയും പ്രോസസ്സാണ് ജപത്തിലുള്ള. അങ്ങനെ ചെയ്താൽ ഈ പറയുന്ന നാമജപം പെർഫെക്റ്റ് ആയി. അങ്ങനെയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ചിന്തിച്ച് ചെയ്യണം. മെക്കാനിക്കലി തുടങ്ങണം. ഈ 3 കാര്യം, നാവിൽ പറഞ്ഞ് ചെവി കേട്ട് മനസ്സിൽ പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ച് ജപിച്ച് നോക്കൂ. ഉറപ്പായിട്ട് അതിന് എഫക്ട് കൂടും. ഇത് നമ്മൾ കുറച്ചു കാലം ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യുക. പിന്നെ കുറച്ചു കഴിയുമ്പോൾ നമുക്ക് തന്നെ അത് സംഭവിക്കും. അപ്പോൾ ആദ്യം മനസ്സിനെ നിർബന്ധിച്ചുകൊണ്ട് കൃഷ്ണസംബന്ധം കൊടുക്കണം. ഇങ്ങനെ തന്നെ ജപിക്കണം എന്ന് നമ്മൾ ചിന്തിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും? ആ നാമത്തിന്റെ സ്വാദം ഉണ്ടാവും. അപ്പോഴും ശുദ്ധനാമം ജപിക്കണം എന്നില്ല. നാമാപരാധമോ നാമാഭാഷമോ ജപിച്ചാലും എന്ത് കിട്ടും? നാമത്തിന്റെ മഹിമ നമുക്ക് കിട്ടും. നമുക്കൊരിക്കലും അത് ദോഷമല്ല. അപ്പൊ പ്രഭുപാദ് ഒരിക്കൽ മരിക്കാൻ കിടക്കുന്ന ഒരാളോട്, അതായത് ആ ഭാര്യ ഭക്തയാണ്. മരിക്കാൻ കിടക്കുന്ന ആളുടെ ഭാര്യ ഭക്തയാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭക്ത തന്റെ ഭർത്താവിനോട് പറയാണ്, ജീവൻ പോവാൻ ഡോക്ടർ സമയം നിശ്ചയിച്ചു. ഇവര് പറയാണ് പ്ലീസ് ചാൻഡ് എന്ന്. അപ്പോ ആള് പറ്റില്ല. ചാണ്ടെന്ന് പറയുന്ന ആൾക്ക് കാണ്ടെന്ന് പറയാൻ പറ്റും, പക്ഷെ കൃഷ്ണരാമ എന്ന് വരില്ല. അപ്പോ ആള് ഭൗതികമായിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ഒരു ഭക്തൻ പോയി പറഞ്ഞാലും നാമം ജപിക്കില്ല. കാരണം അവർ തീരുമാനിച്ചിരിക്കുക ഞാൻ ജപിക്കില്ല എന്ന്. അവരുടെ ചെയ്ത പാപത്തിന്റെ ഭാരം കൊണ്ട് അവർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ചില ആൾക്കാർ സങ്കീർത്തനത്തിന് വന്ന് നിൽക്കുമ്പോ കൈകെട്ടി നിൽക്കണ കണ്ടുണ്ടോ? സങ്കീർത്തനം അടിപൊളിയായി നടക്കുന്നവർ കൈകെട്ടി നിൽക്കും. കാരണം ആ ഭാരം കൊണ്ട് കൈ പൊന്തുന്നില്ല. എന്തിന്റെ ഭാരം കൊണ്ട്? പാപത്തിന്റെ ഭാരം കൊണ്ട് കൈ പൊന്തുന്നില്ല, നാവ് തുറക്കില്ല. കാരണം ഇതെല്ലാം അവർ ചെയ്തപ്പോൾ ഒരു ദിവസം ആ ഭാരം കുറയും. കാരണം ഇത് കേൾക്കുന്തോറും കേൾക്കുന്ന പ്യൂരിഫിക്കേഷൻ. കാരണം ചെവിക്ക് അടപ്പില്ലല്ലോ. വേണമെങ്കിൽ കൈ കെട്ടിയിരിക്കാം, വായ അടച്ചിരിക്കാം, പക്ഷെ ചെവി അടയ്ക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഭഗവാൻ